നിങ്ങൾക്ക് കഠിനമായ തലവേദന വന്നാൽ എന്തു ചെയ്യും? എന്നാൽ പണ്ടത്തെ മനുഷ്യർ ഇതിനൊരു പ്രതിവിധി കണ്ടിരുന്നത് സ്വന്തം തലയോട്ടിയിൽ ദൂരമുണ്ടാക്കിക്കൊണ്ടാണ്. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും ചരിത്രത്തിൽ ഇത് നടന്നിട്ടുണ്ട്. ഇതിനെ ട്രെപ്പാനിൻ എന്നാണ് വിളിക്കുന്നത്. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ശസ്ത്രക്രിയാ രീതികൾ ഒന്നാണിത്. അന്നത്തെ കാലത്ത് അനസ്തേഷ്യയോ ആധുനിക വൈദ്യശാസ്ത്രമോ ഒന്നുമില്ല. അങ്ങനെയുള്ള കാലത്ത് മൂർച്ചയുള്ള കല്ലുകൾ കൊണ്ടാണ് ശിലായുഗ കാലത്തെ മനുഷ്യർ സ്വന്തം തലയോട്ടി തുരന്ന് സുഷിരങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. വെറുമൊരു തലവേദന മാറ്റാൻ മാത്രമല്ല ഇവർ ഇത് ചെയ്തിരുന്നത്. പണ്ടത്തെ കാലത്ത് യുദ്ധങ്ങളിലോ അപകടങ്ങളിലോ പെട്ട് തലയോട്ടിക്ക് ഒടിവുകളോ ചതവുകളോ സംഭവിക്കുമ്പോൾ ഉള്ളിലേക്ക് അമർന്നുപോയ അസ്ഥി കഷ്ണങ്ങൾ നീക്കം ചെയ്യാനും തലച്ചോറിലെ മർദ്ദം കുറയ്ക്കാനും ഈ ശസ്ത്രക്രിയ ഒരു ജീവനരക്ഷാ മാർഗമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇതിനൊക്കെ പുറമെയാണ് വിക്കിപീഡിയ പറയുന്ന മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം. ആരെങ്കിലും സുബോധമില്ലാതെ സംസാരിക്കുകയോ വിചിത്രമായി പെരുമാറുകയോ ചെയ്താൽ അന്നത്തെ മനുഷ്യർ കരുതിയിരുന്നത് അവരുടെ ഉള്ളിൽ മരിച്ച ആളുടെ ആത്മാവ് കയറിപ്പറ്റിയിരിക്കുകയാണെന്നാണ്. ആ ഒരു ആത്മാവിനെ ഒഴിപ്പിക്കാനും തലയോട്ടിൽ ദൂരമുണ്ടാക്കിയാൽ ആ ദൂരത്തിലൂടെ ആത്മാക്കൾ പുറത്തു പോകാൻ സാധിക്കുമെന്നും വിശ്വസിച്ച് ഇവർ ഈ ശസ്ത്രക്രിയ വ്യാപകമായി ചെയ്തിരുന്നു. 1864 പെറുവിലെ കുസ്കോയിലുള്ള ഒരു പുരാതന ശവപ്പുറമ്പിൽ നിന്നാണ് അമേരിക്കൻ പുരാവസ്തു ഗവേഷകനായ എഫ്രൈം ജോർജ് സ്ക്വയർ ഒരു തലയോട്ടി കണ്ടെടുത്തത്. 1867 ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ പോൾ ബ്രോക്ക പാരീസിലെ ലാബിൽ വെച്ച് ഈ തലയോട്ടി പരിശോധിച്ചപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം പുറത്തു വന്നത്. തലയോട്ടി തുറന്ന ആ മുറിവുകൾ യാതൊരു അണുബാധവും ഇല്ലാതെ ഉണങ്ങിയതിന്റെ പാടുകൾ അവയിൽ വ്യക്തമായി ഉണ്ടായിരുന്നു. അതായത് ഇത്രയും സുരക്ഷിതമില്ലാതെ ഈ ശസ്ത്രക്രിയ ചെയ്തിട്ടും ചിലരെങ്കിലും വർഷങ്ങളോളം ജീവിച്ചിരുന്നു എന്നാണ് ഈ തലയോട്ടി പരിശോധിച്ച ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത്. പരിക്കുകൾ മാറ്റാനും പ്രേതത്തെ ഒഴിപ്പിക്കാനും തലയോട്ടി തുറന്ന മനുഷ്യരുടെ ഈ വിചിത്രമായ ശസ്ത്രക്രിയയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.